പ്രിയദർശിനി പദ്ധതിക്കെതിരായ പൊതു താൽപര്യ ഹർജിയിൽ നിർണായക നിരീക്ഷണങ്ങളുമായി ഹൈക്കോടതി. പദ്ധതി നിർത്തണമെന്ന ആവശ്യം ഉൾപ്പെടെ വിവിധ ചോദ്യങ്ങളാണ് കോടതി ഹർജിക്കാരനോട് ഉന്നയിച്ചത്. ഹർജിയിൽ വിധി പറയാൻ മാറ്റി. പ്രിയദർശിനി പദ്ധതിക്കെതിരായ പൊതു താൽപര്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ. തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതിയെ രാഷ്ട്രീയ നേട്ടത്തിനായുള്ള നീക്കമെന്ന് വിശേഷിപ്പിച്ച ഹർജിക്കാരനോട് വാഗ്ദാനം പാലിച്ചതായി കാണാനാകില്ലേ എന്ന് കോടതി ചോദിച്ചു. പദ്ധതി നിർത്തണമെന്ന് എങ്ങനെയാണ് ആവശ്യപ്പെടാനാകുക എന്നതടക്കമുള്ള ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു. ഹർജി ഇപ്പോൾ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. അതേസമയം കർണാടക, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും സമാന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സ്ത്രീ ശാക്തീകരണമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. ഉയർന്ന ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്ക് പോലും സൗജന്യ യാത്ര ലഭിക്കുമ്പോൾ തുച്ഛമായ ദിവസവേതനക്കാരായ പുരുഷന്മാർ ടിക്കറ്റ് നൽകേണ്ടി വരുന്നത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് ഹർജിക്കാരന്റെ പ്രധാന വാദം. വരുമാന പരിധിയോ താമസ യോഗ്യതയോ ഇല്ലാതെ ആനുകൂല്യം നൽകുന്നത് ഏകപക്ഷീയവും വിവേചനപരവുമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആനുകൂല്യം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പദ്ധതി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിരുന്നത്. മീഡിയ ടൈം, കൊച്ചി.